ഗുഡ് മോർണിംഗ്. ബി പ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും രാവിലെ തന്നെ ഇത്രയും പ്രൊഡക്റ്റീവ് ആവുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. എനിവേ, ഇറ്റ്സ് മീ ശ്രുതി. വെൽക്കം ബാക്ക് ടു അനദർ ഡേ ആൻഡ് അനദർ വ്ളോഗ്. എന്താ പറയുക, രാവിലെ എണീറ്റ് കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള പ്ലാനും അജണ്ടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ഇരിക്കുന്നു. അങ്ങനെ പതിവിന് വിപരീതമായിട്ട് ഞാൻ ഇന്ന് എന്താ പറയുക, രാവിലെ എണീറ്റു കുറേ കാര്യങ്ങൾ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ പരിപാടി ഓണാക്കണം എന്ന് കരുതിയിരിക്കുന്ന ഈ ടൈമിൽ തന്നെ എനിക്ക് ഇന്നത്തെ ദിവസം മൊത്തം ഭയങ്കര അൺപ്രൊഡക്റ്റീവ് ആയിപ്പോയി എന്ന് വേണം പറയാൻ. എന്ന് പറയുമ്പോൾ അതേ രാവിലെ തന്നെ വണ്ടി നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പണി കിട്ടി. പിന്നെ ഒരു 2-3 കുഞ്ഞ് സ്റ്റോപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം കയ്യിൽ നിന്ന് പോയി. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, ചുരുക്കി പറയുകയാണെങ്കിൽ പണി പാളി. സോ ഐ വിൽ ഷോ യു വാട്ട് ഐ ഫേസ് ടുഡേ. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇതാണ് ഞങ്ങളുടെ ആരോനക്കൂട്ടൻ. ഇപ്പം എനിക്ക് രാവിലെ ഇപ്പം ഞാൻ നീറ്റുള്ളൂ, ജസ്റ്റ് ഇന്നലെ രാത്രി ലേറ്റായി കിടന്നിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ 2-3 പടം കാണാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എവിടെ ഓൺ ഹാവ് അപ്പോൾ ഇന്നലെ ലക്കി ഭാസ്കർ കണ്ടു. നല്ല പടം. എനിക്ക് തിയേറ്ററിൽ പോയി കാണാനൊരു ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് പറയുമ്പോൾ ജോലിയുടേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ലക്കി ഭാസ്കർ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിരുന്നില്ല. പക്ഷേ മൈൻഡിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന പടമായിരുന്നു, കാണാൻ പോകണമെന്ന്. സോ അങ്ങനെ പ്ലാൻ ചെയ്ത് ലക്കി ഭാസ്കർ ഇന്നലെ നൈറ്റ് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഇരുന്ന് കണ്ട്. ഏകദേശം 1 മണിക്ക് കണ്ട്, ഒരു 3 മണിയൊക്കെ ആയി കിടന്നുറങ്ങിയപ്പോൾ. അപ്പോൾ രാവിലെ നീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ചായ കുടിക്കാമെന്ന് കരുതി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുണ്ട് ഇത്രയും വലിയ ഒടി കിട്ടുന്ന കരുതിയില്ല. 3 ഒടിയാണ് എനിക്ക് അന്നത്തെ ദിവസം കിട്ടിയേക്കുന്നത്. ഫസ്റ്റ് ഒരു ഡീന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, സ്റ്റോക്സ് പോയി. രണ്ടാമത്തേന്ന് പറയുമ്പം അക്കൗണ്ടിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു, അത് ബാങ്കുകാർ പിടിച്ചുകൊണ്ട് പോയി. കുറേ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ബാങ്കുകാർ പിടിച്ചുകൊണ്ട് പോയി. പിന്നെ 3ാമത്തെ പണി എന്നാൽ ശരി ഉള്ളതും കൊണ്ട് ചായ കുടിക്കാൻ പോകുന്നത് കരുതി വണ്ടി ഓണാക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും സ്ട്രോമിക്കുട്ടൻ അതിനേക്കാളും വലിയ ബെസ്റ്റ് കിട്ടിലും പണി തന്നിട്ടുണ്ട്. സോ കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയാണ് സ്ട്രോമിക്ക് പറ്റിയെന്ന്. സ്ട്രോമി ഒന്ന് എൻജിൻ കംപ്ലൈൻ്റ് ആയി. രണ്ടാമത്തെ 4th ഗിയറിൽ നിന്ന് 5th ഗിയറിലേക്കേ വീഴുള്ളൂ. അല്ലാണ്ട് 1st, 2nd, 3rd ന്യൂട്രൽ ഒന്നും വീഴില്ല. മൊത്തത്തിൽ തെക്കട് റീഡായിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പം സൈഡ് സെൻസർ അടിച്ചു പോയി. ഇനിയിപ്പോൾ ഇന്നും ഉണ്ട്, അതുകൊണ്ട് സർവീസിന് കൊടുക്കണം. എന്താ ചെയ്യുക, മൊത്തത്തിൽ കഷ്ടകാലമാണെന്ന് തോന്നുന്നു. സോ എങ്കിൽ തന്നെ രാവിലെ ചായ കുടിക്കണം, അതാണ് മെയിൻ അജണ്ട. സംടൈംസ് ലൈഫിൽ ഷിറ്റ് ഹാപ്പൻസ്, ജസ്റ്റ് മൂവ് ഓൺ. ഞാനിപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് ഇതേ ഓൺ ദ വേ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്ന കാരണം ലേശം സീനാണ് ഗൂയിസ്. പിന്നെ സ്ട്രോമിക്ക് ബൈക്കിന് ലേശം പണിയുണ്ട്. നോർമലി ബേസിക്കലി എക്സ്പൾസിന് കിട്ടാറുള്ള പണികളിലൊന്നാണ് എൻജിൻ പണി. പക്ഷേ എനിക്കത് 15,000 കിലോമീറ്ററിലൊരു പണിയും ഇപ്പോഴത്തെ വീണ്ടും അടുത്തൊരു പണിയും കൂടെ. ടോട്ടലി മൊത്തത്തിൽ പണിയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഹലോ, എന്താ പറയുക, വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ ലോട്ട് ഓഫ് പണീസ് എനിക്കിപ്പോൾ നിലവിൽ വണ്ടിയിൽ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ ഹെഡിൽ നിന്നൊരു നോയ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻജിൻ്റെ അകത്ത് അടി, ഓവർ ഹീറ്റിങ്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇതിനു മുമ്പ് 15,000 കിലോമീറ്റർ ആയപ്പോഴത്തേക്കും എനിക്ക് ഇതൊരു സെയിം എക്സാക്റ്റ് പ്രോബ്ലം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ടൈം ചെറുതായിട്ട് സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നി വണ്ടിക്ക് എന്തായാലും പണി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ സൈഡ് സ്റ്റാൻഡ് സെൻസർ പോയി. അതുപോലെ തന്നെ ഗിയറാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ പുത്തൻ പണി എന്നുണ്ടെങ്കിൽ ഗിയർ 4th നിന്ന് 5th വീഴും. അല്ലാണ്ട് 1st, 2nd, 3rd ന്യൂട്രൽ ഇതൊന്നും വണ്ടിയിൽ ഈ വക ഗിയറുകളൊന്നും സ്വപ്നത്തിൽ പോലും ഇടാൻ പറ്റില്ല. ഇതിപ്പോൾ എന്ത് ചെയ്താലും ഇടാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു കണ്ടീഷനിലാണ് വണ്ടി ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള വോബ്ലിംഗ് ഉണ്ട്. എന്ന് പറയുമ്പം അതിൻ്റെ ബോൾട്ട് റേസർ ലൂസാന്ന് തോന്നുന്നു. അതിപ്പോൾ എനിക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ ഊരി എടുക്കാൻ പറ്റുന്നൊരു പരിപാടി ആ ഒരു സെറ്റപ്പിലായിട്ടുണ്ട്. ജസ്റ്റ് കൈ വെച്ചിട്ട് ഭയങ്കരമായിട്ട് തിരിച്ചല്ലെങ്കിൽ അതിൻ്റെ നട്ടൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ലൂസായിട്ട് വരും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സംഭവം എന്താണെന്നൊക്കെയുള്ളത്. കണ്ടോട്ടെ, കാണുന്നുണ്ടോ? അല്ല, ഭയങ്കര ലൂസാണ് സംഭവം. ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പം നിലവിൽ വണ്ടിയുള്ളത്. പിന്നെയെന്ന് പറയുമ്പം ബാക്കിലത്തെ ബ്രേക്ക് കാര്യങ്ങൾ മൊത്തത്തിൽ റസ്റ്റ് കയറിയിട്ടുണ്ട്. റസ്റ്റ് ഉപയോഗിക്കാണ്ടിരുന്നതിൻ്റെ ആയിരിക്കാം ആസ് യൂഷ്വൽ. അത് നമുക്ക് എൻജിൻ പണി, ഗിയർ, ഈ 2 സാധനങ്ങൾക്ക് നിലവിലൊരു പണി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഓർക്കുന്നില്ല, എത്താൻ പറ്റിയെന്ന് എനിക്കറിയില്ല. എല്ലാത്തിനും കൂടെ ആകുമ്പോഴത്തേക്ക് എത്രയാവുമെന്നും എനിക്കറിയത്തില്ല.
ഈ എൻജിൻ്റെ ഹെഡിൽ, അതായത് ഈ എൻജിൻ്റെ ടോപ്പ് സൈഡ് ഇവിടുന്ന് ഏകദേശം ഒരു അടിയും നോയ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓയിൽ ചേഞ്ചും കാര്യങ്ങളെല്ലാം പക്കയാണ്, പ്രോപ്പറായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ വണ്ടി അത്യാവശ്യം റസ്റ്റ് ആയിട്ടുണ്ട്, എന്താണെന്നറിയില്ല. പിന്നെ കിക്കർ വർക്ക് ചെയ്യണില്ല. അതുപോലെ തന്നെ ഫിൽറ്റർ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ABS കുറച്ച് കാലം അനക്കാണ്ടിരുന്നപ്പോഴത്തേക്കും ABSന് എന്ത് പറ്റിയെന്നറിയില്ല, ABS വർക്കിംഗ് അല്ല. ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഇതില്ല. പിന്നെ വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ് സെൻസർ കംപ്ലീറ്റ്ലി പോയി എന്ന് പറയുമ്പം സെൻസറിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെ വണ്ടി ഇതിപ്പം മറ്റേ 3rd നിന്ന് അല്ല 4th നിന്ന് 5th-ലേക്കും 5th നിന്ന് അതുപോലെ തന്നെ 5th നിന്ന് അതുപോലെ തന്നെ 4th-ലേക്കും ഈ ഒരു 2 ഗിയറേ വണ്ടിക്ക് മാറാൻ പറ്റുള്ളൂ. അതിന് താഴത്തോട്ട് 3rd-ഓ 2nd-ഓ 1st-ഓ ന്യൂട്രോ ഒന്നും വീഴില്ല. അങ്ങനെ കുറച്ചധികം പണി വണ്ടിക്ക് ഉണ്ട്. അപ്പോൾ വണ്ടിയിൽ നിന്ന് കൊണ്ട് സർവീസിന് കൊണ്ട് കൊടുക്കണമെന്ന് ഞാൻ കരുതുന്നു. ഇതെല്ലാം വാറണ്ടി ചെയ്ത് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്താണ് സിറ്റുവേഷൻസ് എന്ന് എനിക്കറിയില്ല. കുറച്ച് കാലമായി ഞാൻ വണ്ടി അനക്കിയിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കാലമായിട്ട് അനക്കാണ്ട് റെസ്റ്റിംഗ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ മൊത്തം റെസ്റ്റാണ്. ഇത് പിന്നെ ഇത് കണ്ട ഊരിയെടുക്കാവോ അത് എനിക്കറിയില്ല. അങ്ങനെയാണ് അതിൻ്റെ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ഹാൻഡിലിനൊരു വോബ്ലിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ബോൾട്ട് റൈസർ ലൂസാണ്, അതുകൊണ്ട് ടൈറ്റ് ചെയ്യണം. മൊത്തത്തിൽ കുറേ പണിയാണ്, ലോട്ട് ഓഫ് പണീസ്. ഞാൻ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 2 വർഷം ആവുന്നുള്ളൂ. ഈ 2 വർഷം കൊണ്ട് ഒരു വണ്ടിക്ക് ഇത്രത്തോളം പണി വരുമെന്ന് എനിക്കറിയില്ല. പുതിയ വണ്ടി എടുത്തതാണ്, ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ എടുക്കുന്ന വണ്ടിയല്ലേ. സോ അതുകൊണ്ടൊന്ന് കാണിച്ച് നോക്കണം എന്താ പരിപാടി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് കാലമായിട്ട് എനിക്ക് വണ്ടി കാണിക്കാനുള്ളൊരു ഗ്യാപ്പ് ഇല്ലായിരുന്നു, കാരണം വണ്ടി എടുക്കാറില്ല. ഞാൻ നാട്ടിലില്ലായിരുന്നു. ലാസ്റ്റ് ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് കൊണ്ടുവച്ചതായിരിക്കും, അങ്ങനെ തന്നെ ഇരിക്കുക. ഇനിയിപ്പോൾ നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാനിങ്ങനെ വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് മറ്റൊന്നും ആയിട്ടല്ല, ജോലിയുടേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലായിരുന്നു. ഞാൻ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഷിംല പോയിരുന്നു, നോളാദർ പോയിരുന്നു, ചാർണ പോയിരുന്നു, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഡൽഹി, മുംബൈ, പൂനെ, മംഗളൂർ, മൂകാംബിക, ബാംഗ്ലൂർ, അങ്ങനെ പല സ്ഥലങ്ങളിൽ പല ജോലികളിലായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. സോ ഇപ്പം ബാക്ക് ടു കൊച്ചിൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓട്ടവും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റിയിരുന്നില്ല. മാത്രമല്ല ഞാൻ എൻ്റെ ഓൺ ലൈഫ് കുറേ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ടെന്ന് പറയുമ്പോൾ ഞാൻ കുറേ യാത്ര ചെയ്യുമായിരുന്നു, കുറേ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. ഇപ്പം എല്ലായിടത്തൊക്കെ ഒന്ന് പോയി വന്നപ്പോഴത്തേക്കും ഐ ജസ്റ്റ് ലോസ്റ്റ് സോ മെനി ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ തപ്പിപ്പോയപ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ എനിക്ക് മിസ് ചെയ്തു. പിന്നെ ഒന്ന് പോയി വന്നപ്പോഴത്തേക്കും എൻ്റെ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് വാങ്ങിയതാണ് ആ ഒരു ബൈക്ക്. ദാറ്റ്സ് വൈ ഐ കോൾ ഹിം ഫ്രോം മീ. അപ്പം എന്താ പറയുക, അങ്ങനെ കുറേ കഷ്ടപ്പാടിൽ നിന്നൊക്കെ വാങ്ങിയതായിരുന്നു. ബൈക്ക് വേണം എന്നുള്ള അത്രയ്ക്ക് ആഗ്രഹം കൊണ്ട് വാങ്ങിയൊരു വണ്ടിയാണത്. സോ ഞാനിങ്ങനെ കരിയർ കെട്ടിപ്പിടിക്കാനുള്ള തിരക്കുകളിലൊക്കെ ഓടി നടന്ന ടൈമിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സ്, വണ്ടി, റൈഡ്സ്, അതുപോലെ തന്നെ കൊച്ചിയിലെ നല്ല അടിപൊളി ചായ, അങ്ങനെ കുറേ കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും എന്തൊക്കെയോ വളരെ വലുത് നഷ്ടമായതുപോലെ ഒരു തോന്നലും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. എങ്കിൽ തന്നെ ഐ എം ബീങ് ഹാപ്പി. അപ്പോൾ വീണ്ടും വൈ നോട്ട് ടു സ്റ്റാർട്ട് എ വ്ളോഗ്, വൈ നോട്ട് ടു സ്റ്റാർട്ട് എ ഡെയിലി വ്ളോഗ്, പ്രോപ്പർ വ്ളോഗ്, സംതിങ് വാട്ട് എവർ. എനിക്കങ്ങനെ ചെയ്ത് ശീലമില്ല, ചെയ്ത എക്സ്പീരിയൻസും ഇല്ല. കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് കുറേ കാലമായി. സോ അതിൻ്റേതായ എല്ലാവിധ ഡിസ്കംഫർട്ടും എനിക്കുണ്ട്. ചില സമയത്ത് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റാറില്ല. സോ ഐ ലുക്ക് സംവെയർ എൽസ്, ദെൻ ഐ ടോക്ക്, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. സോ എൻ്റെ ഈ വ്ളോഗിൽ കുറേയൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. എനിക്കറിയാം ഞാൻ മാത്രമല്ല ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും ആരും ഒറ്റയ്ക്കല്ല, ഞാനുമുണ്ട് കൂടത്തിൽ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ ഒരു വ്ളോഗ്. സോ ഫ്രം ടുമോറോ ഐ സ്റ്റാർട്ട് എ പ്രോപ്പർ വ്ളോഗ് ആൻഡ് I'm with you guys and I miss my friends. So
ലെറ്റ് മീ തിങ്ക് വാട്ട് ഐ ക്യാൻ ഡു. കുറേ കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. അതിൽ നാളെ ഒരു ബക്കറ്റ് ലിസ്റ്റൊക്കെ ഇട്ട് ടോട്ടൽ ഒരു ലിസ്റ്റൊക്കെ ഇട്ട് എന്തൊക്കെ കാര്യങ്ങൾ എവിടെ നിന്നൊക്കെ തുടങ്ങണം, എങ്ങനെയൊക്കെ തുടങ്ങണം എന്നുള്ളൊരു ഒരു ഒരു ഈ ഒരു ഡിസിഷൻ ഞാനിവിടെ എടുക്കുമ്പോഴത്തേക്ക് ഇന്നലെ നൈറ്റ് തൊട്ട് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ബി പ്രൊഡക്റ്റീവ് ഇൻ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു തീരുമാനവും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴത്തേക്കും രാവിലെ തന്നെ നല്ല അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടിയത്. എങ്കിൽ തന്നെ സാരമില്ല, ഫിക്സ് ദാറ്റ്. സംടൈംസ് ലൈഫിൽ ഷിറ്റ് ഹാപ്പൻസ്, ബട്ട് വാട്ട് എവർ, ജസ്റ്റ് സ്മൈൽ ആൻഡ് മൂവ് ഓൺ, ഫിക്സ് ദാറ്റ്. എല്ലാം ശരിയാകും ഒരു ദിവസം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനും ഇരിക്കുന്നു. സോ ശരിയാകും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, എല്ലാം ശരിയാക്കും എന്ന് പറയുന്നതിലാണ് അർത്ഥം എനിക്ക് കുറച്ചുകൂടി തോന്നുന്നത്. അതാണ് കുറച്ചുകൂടെ പ്രാക്ടിക്കലി ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. സോ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരാം. അതുപോലെ തന്നെ എന്താ പറയുക, വണ്ടിയുടെ ഡീറ്റെയിൽസും വണ്ടിയുടെ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം വരുന്ന ദിവസങ്ങളിലെ വ്ളോഗിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സോ കണ്ടിരുന്നതിന് നന്ദി. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം മറ്റൊരു വ്ളോഗുമായി നാളെ കാണുന്നതും വരേക്കും ടാറ്റ ബൈ ബൈ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയുള്ള മുമ്പോട്ടുള്ള യാത്രയിൽ എനിക്കൊരു കൂട്ടായിട്ട് കൂടെ കൂടുക. So I'm gonna miss you guys. Well, see you. Bye bye. Gonna miss you. Take care.